എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അമിതമായി കാറ്റ് നിറച്ച ടയറിൻ്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം മധ്യഭാഗമാണ്. അമിതമായി കാറ്റ് നിറച്ച ടയറിൻ്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യഭാഗമാണ്. എന്നാൽ ടയർ പ്രഷർ കുറഞ്ഞിരിക്കുമ്പോൾ എവിടെയാണ്? വശങ്ങളിലായിരിക്കും തേയ്മാനം ഉണ്ടാകുന്നത്. അമിതമായാൽ മധ്യഭാഗവും, എന്നാൽ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ വശങ്ങളിലും ആയിരിക്കും. പാചകവാതകം കൊണ്ടുപോകുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മറിഞ്ഞ് കിടക്കുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു പാചകവാതകം കൊണ്ടുപോകുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മറിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പോലീസിൽ അറിയിക്കണം, രക്ഷാപ്രവർത്തനം നടത്തണം, ഫയർഫോഴ്സിനെയും അറിയിക്കണം. അപ്പോൾ ഒരു പാചകവാതകം കൊണ്ടുപോകുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കണം, രക്ഷാപ്രവർത്തനം നടത്തണം, ഫയർഫോഴ്സിനെയും അറിയിക്കണം. ഒരു വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് എന്താണ്? ഒരു വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഗിയർ ബോക്സാണ്. ഒരു വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഗിയർ ബോക്സാണ്. ഡ്രൈവിംഗ് സിമുലേറ്റർ എന്നാൽ എന്താണ്? ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ പരിശീലനത്തിന് രൂപകൽപ്പന ചെയ്ത ഓടാത്ത വാഹനം അറിയപ്പെടുന്നതാണ് ഡ്രൈവിംഗ് സിമുലേറ്റർ. അപ്പോൾ ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ പരിശീലനത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഓടാത്ത വാഹനമാണ് ഡ്രൈവിംഗ് സിമുലേറ്റർ. ദേശീയപാതയിൽ ഒരേ ദിശയിൽ ഓടുന്ന വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട അകലം എത്രയാണ്? അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അകലമില്ല, സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കണമെന്നാണ്. അപ്പോൾ ദേശീയപാതയിൽ ഒരേ ദിശയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട അകലം എന്ന് പറയുന്നത് സുരക്ഷിതമായ അകലമാണ്. പുറകിൽ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നാം മറ്റൊരു വാഹനത്തെ എന്ത് ചെയ്യുവാൻ പാടില്ല? ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. അപ്പോൾ പുറകിൽ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നാം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. ഏത് വാഹനത്തിനാണ് പെർമിറ്റ് വേണ്ടാത്തത്? അപ്പോൾ പെർമിറ്റ് വേണ്ടാത്ത ഒരു വാഹനമാണ് ആംബുലൻസ്. പെർമിറ്റ് വേണ്ടാത്ത ഒരു വാഹനമാണ് ആംബുലൻസ്. ഡീസൽ എൻജിൻ ഏത് തരം എൻജിനാണ്? അപ്പോൾ എൻജിൻ്റെ ഭാഗം വായിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡീസൽ എൻജിൻ എന്ന് പറയുന്നത് IC എൻജിനാണ്, അഥവാ അന്തർദഹന എൻജിനാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് അറിയപ്പെടുന്നു. തേയ്മാനം കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. തേയ്മാനം കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. BS4 നിലവാരത്തിലുള്ള ഹെവി വാഹനങ്ങളിൽ ആഡ് ബ്ലൂവിൻ്റെ ഉപയോഗം എന്താണ്? BS4 നിലവാരത്തിലുള്ള ഹെവി വാഹനങ്ങളിൽ ആഡ് ബ്ലൂവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മലിനീകരണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. റോഡിൻ്റെ മധ്യഭാഗത്ത് തുടർച്ചയായ മഞ്ഞ വരയാണെങ്കിൽ ആ ഭാഗത്ത് ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. അപ്പോൾ റോഡിൻ്റെ മധ്യഭാഗത്ത് മഞ്ഞ വര തുടർച്ചയായി ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. ഒരു ഡീസൽ എൻജിനിൽ അതിൻ്റെ സിലിണ്ടറിലേക്ക് ഡീസൽ ഇഞ്ചക്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചക്ടർ. സാധാരണയായി ലീഫ് സ്പ്രിങ്ങിനെ ആക്സിലുമായി എന്ത് സംവിധാനം ഉപയോഗിച്ചാണ് ബന്ധിക്കുന്നത്? ബോൾട്ടാണ് ഉത്തരം. സാധാരണയായി ലീഫ് സ്പ്രിങ്ങിനെ ആക്സിലുമായി എന്ത് സംവിധാനം ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കുന്നത്? ബോൾട്ട്. മോട്ടോർ വാഹന നിയമം 113 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഭാരത്തിനെക്കുറിച്ചാണ് പറയുന്നത്. മോട്ടോർ വാഹന നിയമം 113 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഭാരത്തിനെക്കുറിച്ച്. ഡ്രോപ്പ് ആമിൻ്റെ താഴത്തെ അറ്റം ഉറപ്പിച്ചിരിക്കുന്നത് ലിങ്ക് റോഡുമായിട്ടാണ്. ഡ്രോപ്പ് ആമിൻ്റെ താഴത്തെ അറ്റം ഉറപ്പിച്ചിരിക്കുന്നത് ലിങ്ക് റോഡുമായിട്ടാണ്. വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുന്നത്
എപ്പോഴാണ്? മഴക്കാലത്താണ്. വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുന്നത് മഴക്കാലത്താണ്. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ തൊട്ടു പിന്നിൽ അപകടകരമായി രീതിയിൽ വാഹനം ഓടിക്കുന്നതിനെ എന്തെന്നാണ് പറയുന്നത്? ടെയിൽ ഗേറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഡേഞ്ചറസ് ഡ്രൈവിംഗ്, തേർഡ് ഐ, ഡിറ്റനേഷൻ എന്നൊക്കെ തരും. ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ടെയിൽ ഗേറ്റിംഗ് എന്നാണ്. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ തൊട്ടു പിന്നിൽ അപകടകരമായി രീതിയിൽ വാഹനം ഓടിക്കുന്നതിനെ ടെയിൽ ഗേറ്റിംഗ് എന്ന് പറയുന്നു. KL 63 അങ്കമാലിയാണ്. KL 63 സൂചിപ്പിക്കുന്നത് അങ്കമാലി. എയർ കണ്ടീഷനിങ് ഒരു വാഹനത്തിലെ എന്താണ് നിയന്ത്രിക്കുന്നത്? ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറുമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ എയർ കണ്ടീഷണർ ഒരു വാഹനത്തിലെ എന്താണ് നിയന്ത്രിക്കുന്നത്? ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും. MSM എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? MSM എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് മിറർ സിഗ്നൽ മാനുവർ. മിറർ സിഗ്നൽ മാനുവർ. ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ കുറഞ്ഞാൽ സാമ്പത്തിക നഷ്ടം വർദ്ധിക്കും. ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ കുറഞ്ഞാൽ സാമ്പത്തിക നഷ്ടം വർദ്ധിക്കും. വായുമർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് അന്തർദഹന ഡീസൽ എഞ്ചിൻ. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം വായിച്ച സമയത്ത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വായുമർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് അന്തർദഹന ഡീസൽ എഞ്ചിൻ. പെട്രോൾ എഞ്ചിനല്ല, ഡീസൽ എഞ്ചിനാണ് ഉത്തരം. ഹെവി വാഹനങ്ങളുടെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് അഥവാ GVW ഏതാണ്? 12,000 കിലോഗ്രാമിന് മുകളിൽ വരുന്ന വാഹനങ്ങൾ അറിയപ്പെടുന്നതാണ് ഹെവി വാഹനങ്ങൾ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കിട്ടും. ഒന്ന്, ഹെവി വാഹനങ്ങളുടെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറയുന്നത് 12,000 കിലോഗ്രാമിന് മുകളിലാണ്. GVW എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. ഹൈഡ്രോളിക് ബ്രേക്ക് ലൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വായുവിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എയർ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ബ്രേക്ക് ലൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വായുവിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് എയർ ബ്ലീഡിംഗ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടയറുകളുടെ തേയ്മാനവും വാഹനത്തിൻ്റെ വേഗവുമാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ടയറുകളുടെ തേയ്മാനവും വാഹനത്തിൻ്റെ വേഗതയുമാണ്. കൂളിംഗ് സിസ്റ്റത്തിൽ കൂളൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടാൻ കാരണമെന്താണ്? കൂളിംഗ് സിസ്റ്റത്തിൽ കൂളൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുവാൻ കാരണം പ്രഷർ ക്യാപ്പാണ്. കൂളിംഗ് സിസ്റ്റത്തിൽ കൂളൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുവാൻ കാരണം പ്രഷർ ക്യാപ്പാണ്. വാഹനത്തിൻ്റെ വീലുകൾക്ക് ഡൈനാമിക് ബാലൻസ് ഇല്ല എങ്കിൽ വീൽ വോബ്ലിംഗ് ഉണ്ടാകും. അപ്പോൾ വാഹനത്തിൻ്റെ വീലുകൾക്ക് ഡൈനാമിക് ബാലൻസ് ഇല്ല എങ്കിൽ വീൽ വോബ്ലിംഗ് ഉണ്ടാവും. വീൽ വോബ്ലിംഗ് ഉണ്ടായാൽ വാഹനത്തിന് ഷെയ്ക്ക് ഉണ്ടാവും. പ്രോപ്പർ അലൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്നൊരു പ്രശ്നമാണ് വീൽ വോബ്ലിംഗ് എന്നൊക്കെ പറയുന്നത്. എയർ ബ്രേക്കിൽ ലൈൻ പ്രഷർ നിയന്ത്രിക്കുന്നത് അൺലോഡർ വാൽവാണ്. അപ്പോൾ എയർ ബ്രേക്കിൽ ലൈൻ പ്രഷർ നിയന്ത്രിക്കുന്നത് അൺലോഡർ വാൽവാണ്. വാഹന പരിശോധന വേളയിൽ അധികാരികൾക്ക് മുൻപാകെ ലൈസൻസ് കാണിക്കൽ എന്നത് ഡ്രൈവറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 130 വാഹന പരിശോധന വേളയിൽ അധികാരികൾക്ക് മുൻപാകെ ലൈസൻസ് കാണിക്കൽ എന്നത് ഡ്രൈവറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 130 അനുസരിച്ചിട്ടാണ്. ടയർ ക്രോസ് സെക്ഷൻ ഉയരവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ആസ്പെക്റ്റ് റേഷ്യോ അഥവാ ആസ്പെക്റ്റ് അനുപാതം എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ വായിച്ചു തരാം, ശ്രദ്ധയോടെ കേൾക്കുക. ടയർ ക്രോസ് സെക്ഷൻ ഉയരവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ആസ്പെക്റ്റ് റേഷ്യോ.
2.5 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ശരാശരി വേഗം എത്രയായിരിക്കും? 40 കിലോമീറ്റർ പെർ ആണ്. 2.5 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ശരാശരി വേഗം എത്രയായിരിക്കും? 40 കിലോമീറ്റർ.